ഹായ് നമസ്കാരം. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി, അതായത് നമ്മുടെ തല അജിത് കുമാറിൻ്റെ സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. റൈറ്റോ അജിത്തിന്റെ പഴയ ലുക്ക്. അർജുൻദാസാ വില്ലൻ. நடு ரோட்ல தள்ளி விட்டதே அவர்தான். அங்காத்தா சரக்கு என் வைஃப்காக விட்டேன், வயலன்ஸ் என் பையனுக்காக விட்டேன். ஆனா என் பையனுக்கு ஒண்ணுனா விட்டதை தொட்டுதான் ஆகணும். ഇത് ഫാൻ ബോയ് സംഭവം തന്നെ. അമ്പോ 10 കിലോ കറി വേണം ബായ്. ഇരുങ്ക ബായ്. சார் உங்க கார்டு மேல ஒரு 16 நம்பர் இருக்கும், அந்த 16 நம்பர் கொஞ்சம் சொல்றீங்களா சார்? பயத்துக்கே பயம் காட்டுறேன். கை இருக்கும், கால் இருக்கும், தலை இருக்காது, இருக்கும், மொழி இருக்கும், ஆனா உயிர் സിമ്രാൻ സംഭവം. അത് എൻ്റെ പൊന്നു ഓജി സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കിട്ടിക്കാഴ്ച സംഭവം കേട്ടോ. എൻ്റെ പൊന്നു അവതാർ രൂപ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അതിൽ എർജ് ചെയ്തിരിക്കുന്നത്. മറ്റേ ലോകേഷിൻ്റെ പടത്തിലാണ് ഇതുപോലെ ഇങ്ങനെ പാട്ടുള്ളത്. മാർക്കാൻ്റണിയിലാണ് പഞ്ചുമിഠായി സോങ് ഉള്ളത്. അതേപോലെ ഒരു കിട്ടില്ലൻ സോങ് ആയിരിക്കും ഇതിലുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിലും ചിലപ്പോൾ ഫൈറ്റ് സീനിലൊക്കെ ആയിരിക്കും ഈ സോങ് വരുന്നത്. എന്തായാലും ആദിക്ക്, ലോകേഷ് ഇവരൊക്കെ ഈ പഴയ സോങ്ങിനെ റീമിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമുണ്ട്. അത് കിടുക്കനായിരിക്കും. എൻ്റെ പോലെ എഞ്ചാതി ട്രെയിലർ അത്. ഗംഭീരമായിട്ടാണ് ട്രെയിലർ കേട്ടോ. മാർക്ക് ആൻ്റണി ഇതേപോലെയായിരുന്നു ട്രെയിലറും ടീസറും അടിപൊളിയായിരുന്നു മാർക്ക് ആൻ്റണിയുടെ. അതേപോലെ ഇതിലും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ചിലപ്പോൾ വില്ലൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അർജുൻദാസിനെയൊക്കെ കൊണ്ട് ഒരു വില്ലനായിട്ട് അറിയില്ല. അജിത്തിന് വില്ലൻ അർജുൻദാസൊക്കെ പറ്റുമോ എന്നറിയില്ല. ചില വേറെ ഏതെങ്കിലും ഒരു വില്ലൻ ഉണ്ടാവും, എന്തായാലും ഇല്ലായിരിക്കില്ല. മറ്റേ ലുക്ക്, ആ പഴയകാല ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ തൃഷിയുണ്ട്, സിമ്രാൻ ഉണ്ട്. ഇങ്ങനെ കുറേ പടങ്ങളുടെ റെഫറൻസ് ആ സിനിമയിലുണ്ട്. മങ്കാത്തയുടെ റെഫറൻസ് ഉണ്ട്. തൃഷ പറയുന്ന സീന്, അച്ഛനെ കാറിൽ നിന്ന് ചവിട്ടി പുറത്തിട്ടുന്നത്, അത് മങ്കാത്തയുടെ റെഫറൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ കുറേ പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്. ബില്ലാത്ത ലുക്കാണ് മറ്റിൽ കാണിക്കുന്നത്. പിന്നെ എന്താ തലയെറുക്കാതെ ഒട്ടമ്പ് ഇറക്കും, തലയെറുക്കുക, അങ്ങനെ അതേ സെയിം ഒരു ഡയലോഗാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി അത്. എന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണണം, അടിപൊളിയായിരിക്കും പടം. ആദിക് രവിചന്ദ്രനിൽ നല്ല പ്രതീക്ഷയുണ്ട്. അതും ഒരു ഫാൻ ബോയ് സംഭവമാണ്. അപ്പോൾ എന്തായാലും നല്ല ടിച്ചില്ല ഐറ്റം ആയിരിക്കും.